ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. ഒരു ചെറിയ യാത്രയും അതുപോലെ തന്നെ എൻ്റെ ഫാമിലീൻ്റെ ഒരു ചെറിയ മീറ്റപ്പും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് പരിപാടികളായിട്ടുള്ള അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ ഉമ്മാൻ്റെ കാർണോറും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 4:30-5 മണിയിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. സാധാരണ മീറ്റപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളിതൊരു ഓപ്പൺ പ്ലേസിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. തളിപ്പറമ്പ് എരുവാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിഷാലി അവിടെ കസിൻ്റെ കൂടെ കളിയൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെ ചായയൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ അടുപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. ആ ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് ഉണങ്ങിയ വിറകും ചുള്ളിക്കമ്പൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഉമ്മാമ്മയും അതുപോലെ ഞങ്ങളുടെ കുറേ കസിൻസും ഫാമിലി മെമ്പേഴ്സും ഒക്കെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുപ്പ് കൂട്ടി ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് അങ്ങനെ അപ്പോഴത്തേക്കും സമയം ഏകദേശം കുറച്ച് രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പ് സെറ്റായി. അപ്പോഴേക്കും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു, വിശേഷങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും അത്യാവശ്യം കുറച്ച് ദൂരെയൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് മാത്രമേ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെ അപ്പം നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയി. അപ്പോഴത്തേക്കും അവിടെ വേറെ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇരിക്കാനോ അതുപോലെ ഭക്ഷണം കഴിക്കാനോ ഒന്നുമുള്ള ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിലത്ത് കാർപ്പറ്റൊക്കെ വിരിച്ചു. അപ്പോൾ ചായ അപ്പോഴത്തേക്കും റെഡിയായി. അങ്ങനെ എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടി ചായയൊക്കെ ഒരുമിച്ചിരുന്ന് അവിടെ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് അങ്ങനെ സംസാരമൊക്കെ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ രാത്രിയത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കനലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ചുടാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് അപ്പോൾ അവിടെ തന്നെ നിസ്കരിക്കാനുള്ള ചെറിയ സൗകര്യമൊക്കെ ഉണ്ടാക്കി. എല്ലാവരും അവിടെ തന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വട്ടം കൂടി ഇരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചു, തമാശയും കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സമയം അങ്ങനെ പോയി. എല്ലാവരും വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പം ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഗ്രിൽ ചിക്കനും കുബൂസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആറ്റ റെഡിയാക്കുന്നുണ്ടായിരുന്നു. നമ്മളെ മൊയ്തീൻകുട്ടി ആറ്റയായിരുന്നു ഫുഡിൻ്റെ മെയിനായിട്ടുള്ള ആൾ. അപ്പം ആൾ നല്ല ബീഫ് മന്തിയൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു. യാത്രയപ്പോ അതുപോലെ തന്നെ അതിന് ജ്യേഷ്ഠനിക്ക് പൊന്നാടണിക്കലും ഈ ചടങ്ങ് വളരെ ആഘോഷത്തോടുകൂടി കഴിഞ്ഞ് സന്തോഷത്തോടെ കുടുംബം ഇനിയും മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇനിയും നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടുകയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ അജുമ്മയായ എന്റെ അമ്മായി അങ്ങനെ യാത്രയായപ്പോ കൂടിയാണ് ഇത്. നമ്മൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തോടെയും മക്കയിലും മദീനയും പോയി സന്തോഷിച്ച് അജുന്ന മഹാത്മാ കർമ്മം അമ്മായി നിർവഹിച്ച് ആരോഗ്യത്തോടും തിരിച്ചു വരാൻ വേണ്ടി തൗഫീഖ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ദുആ ചെയ്യാം. അതുപോലെ തന്നെ അമ്മായി ആടെത്തി പറയുന്ന കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ദുആയിൽ പാടുകളെ ഞങ്ങളെ മുഴുവൻ ആളെയും ഉൾപ്പെടുത്തുക. സന്തോഷമായി ആ കർമ്മം പൂർത്തിയായി. അടുത്തതായി പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഉത്സാഹ ടീമിനെ ക്ഷണിച്ചോളുന്നു.
പറയാനൊന്നുമില്ല. ഇതിൽ തന്നെ നമ്മുടെ നാട്ടിലെ സംഘമാണ്. അടുത്ത ഇതിനേക്കാൾ വിശാലമായിട്ട് എല്ലാവർക്കും കൈനൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തും. നല്ല മുന്നോട്ട് കൂടിയിട്ട് അതുപോലെ അങ്ങനെ പൊന്നാടി എണീക്കൽ ചടങ്ങും അതുപോലെ കുട്ടികളുടെ എല്ലാവരുടെയും പാട്ടും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് അവസാനം ഒരു കസേര കളിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാരോത്ത് ഫാമിലിയുടെ ഈ ഒരു ചെറിയ മീറ്റപ്പ് ഫാമിലിയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ജോലി സംബന്ധമായിട്ട് പുറത്തുള്ളവരുണ്ടായിരുന്നു, അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അടുത്ത പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.